car വന്നിട്ട് Mitsubishi Lancer ആണ് 2002 മോഡൽ. ഇത് 1.5 ലിറ്റർ എഞ്ചിൻ 85 bhp പെട്രോൾ എഞ്ചിനാണ് ഇതിലുള്ളത്. ഇതിന് സ്റ്റോക്ക് കളർ വൈറ്റ് ആയിരുന്നു. ഇത് മോഡിഫൈ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനുള്ള ക്രേസ് ആയിരുന്നു. ഇതിനോട് ഭയങ്കര പാഷനാണ്. പണ്ട് പഠിക്കുന്ന കാലം മുതലേ മോഡിഫൈഡ് കാർസിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു. അതങ്ങനെയാണ് ഞാൻ ഈ ലാൻസർ എടുത്ത് മോഡിഫൈ ചെയ്തത്. ഇതിൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർഫോമൻസ് ബേസ് കുറച്ച് മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ എക്സ്റ്റീരിയറിലും ചെയ്തിട്ടുണ്ട്, ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്തത് ഓഡിയോ ആണ്. ഇതിൻ്റെ സ്റ്റോക്ക് കളർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ആയിരുന്നു. അതൊരു യുണീക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് മാറ്റ് റെഡാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് ഇതിൽ ബോഡി കിറ്റ്സ് ആണ്. നമ്മൾ ലാൻസർ റിവോൺ ഇൻസ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോഡി കിറ്റ്സ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ടിലും. പിന്നെ ഇതിൻ്റെ റിയർ ബമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ നിന്ന് ഡിസൈൻസ് എടുത്തിട്ട് നമ്മൾ മേക്ക് ചെയ്തതാണ് റിയർ ബമ്പേഴ്സ്. പെർഫോമൻസ് ബേസ്ഡ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിൽ ഹെഡർ ചെയ്തിട്ടുണ്ട്, എയർ ഫിൽറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇറിഡിയം പ്ലെക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ വരുന്ന സ്റ്റോക്ക് എക്സോ സിസ്റ്റം മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രീ ഫ്ലോ ഹെഡേഴ്സ് ചെയ്തിരിക്കുന്നത്. അത് എഞ്ചിൻ്റെ പെർഫോമൻസിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൗണ്ടാണ്. നമുക്കൊരു റാലി കാർസിൻ്റെ സൗണ്ട് നമുക്കിതിൽ ഫീൽ ചെയ്യും ഫ്രീ ഫ്ലോ ഹെഡേഴ്സ് ആക്കുമ്പോൾ. പിന്നെ ഇതിൽ വരുന്ന സ്റ്റോക്ക് വീൽ എന്ന് പറഞ്ഞാൽ 13 ഇഞ്ചാണ്. നമ്മളത് ചെറുതായിട്ടൊന്ന് അപ്സൈസ് ചെയ്ത് 15 ഇഞ്ച് വീലാക്കിയിട്ടുണ്ട്. പിന്നെ വരുന്ന സ്പോയിലേഴ്സാണ്. ഒരു സ്പോർട്ടി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വിങ് ടൈപ്പ് സ്പോയിലേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൽ. പിന്നെ ഹെഡ്ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റം ചെയ്ത ഹെഡ്ലൈറ്റാണ്. ഇത് സിംഗിൾ ബാരൽ ഹെഡ്ലൈറ്റ്സ് ആയിരുന്നു. അത് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഡബിൾ ബാരലാക്കി അതിൽ പ്രൊജക്ടേഴ്സും DRലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്റ്റോക്ക് ബോണറ്റ് കട്ട് ചെയ്തിട്ട് നമ്മളൊരു എയർ ഡാം ഫീലിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഹൂഡ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. ഈ കാർ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു റെഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ്. നമ്മൾ എക്സ്റ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്ന റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറിലും ആ റെഡ് ബ്ലാക്ക് കോമ്പിനേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ആണെങ്കിലും റൂഫെല്ലാം. അപ്പോൾ സീറ്റ്സ് നോർമൽ സീറ്റ്സ് ആണ്. ബട്ട് ഇത് റെഡ് ബ്ലാക്ക് കോമ്പിനേഷനും അതേപോലെ ഡാഷ് ബോർഡെല്ലാം അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ എടുത്തു വരേണ്ട വേറൊരു ഘടകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ സിസ്റ്റമാണ്. നമ്മളിതിൻ്റെ ഹെഡ് യൂണിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് പയനിയറിൻ്റെ 7-inch LCD DVD പ്ലെയേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ 4 സബ്ബാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 2 15-inch മോമോ സബ് വൂഫേഴ്സും 2 12-inch ബ്ലോപങ്ങിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞ പ്രോ മോഡലാണ്. അത് ഇൻവെർട്ടർ ആയിട്ടാണ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരു 4 കോമ്പോണൻസ് ആണ്. അത് ഫ്രണ്ട് ഡോറിൽ 2 ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ബാക്ക് ഡിക്കി ഡോറിൽ ഇവിടെ 2 നമ്മൾ കമ്പോണൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണലി 2 ബുള്ളറ്റ് ട്യൂട്ടേഴ്സ് നമ്മളിതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വോൾട്ടേജ് ഡ്രോപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണലി 2 പവർ ക്യാപ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് 1.5 ഫാരഡിൻ്റെ. പിന്നെ എന്ന് പറയുന്ന 2 6-inch ഓവൽ പോക്ക് ഓഡിയോ സ്പീക്കേഴ്സ് ഇതിൽ ബാക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മോഡിഫൈ ചെയ്യുന്നതിന് മുന്നുള്ള ലാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പവർഫുൾ എഞ്ചിനായിരുന്നു. ബട്ട് ഇത് ഒരു സ്പോർട്ടി ലുക്കാക്കാൻ പറ്റിയൊരു വണ്ടിയാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് എടുത്തത്. പിന്നെ ഇതിൽ ചെറിയ പെർഫോമൻസ് ബേസ് മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. പിന്നെ ലുക്കിലും ചെറിയ ബോഡി കിറ്റ്സ് എല്ലാം മാറ്റി നല്ലൊരു സ്പോർട്ടി ലുക്കാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്.
ഞാൻ ഈ കാറിൽ എക്സ്റ്റീരിയറിനെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റത്തിലാണ്. ഞാൻ മ്യൂസിക്കിനോടുള്ളൊരു ക്രേസോ കാരണമായിരിക്കണം ഞാൻ ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കൂടുതൽ മ്യൂസിക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും അപ്പുറത്താണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എൻ്റെ അടുത്തൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കോർഡ് V6 എടുത്തിട്ട് നല്ല രീതിയിലൊരു മോഡിഫിക്കേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. A car, dream for some, style statement for many. Always wear your seatbelts and have a safe journey. This is Dhruv signing off.